ഡസ് മ്യൂവിങ് വർക്ക്? പറഞ്ഞുതരാം. നമ്മുടെ ഫേഷ്യൽ സ്ട്രക്ചറിൽ കംപ്ലീറ്റ് ബോൺസിൽ ആകെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോൺ നമ്മുടെ ലോവർ ജോ ബോൺ ആണ്. പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലോവർ ജോ ബോൺ ബാക്കിലേക്കോ സൈഡിലേക്കോ ഒക്കെ മിസ്പ്ലേസ്ഡ് ആവാറുണ്ട്. ചിലപ്പോൾ അത് നമ്മുടെ പല്ലുകളുടെ കാരണം കൊണ്ടാവാം, ചിലപ്പോൾ നമുക്ക് അസിമെട്രീസ് എന്തെങ്കിലും ഉള്ളത് കൊണ്ടാവാം. നമ്മൾ മ്യൂവിങ്ങിൽ ചെയ്യുന്നത് പോലെ ടങ് പൊസിഷൻ നോർമലായിട്ട് വെക്കുമ്പോൾ നമ്മുടെ ജോയിലുള്ള മസിൽസ് റിലാക്സ് ആവുകയും നമ്മുടെ ജോ കറക്റ്റ് പൊസിഷനിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ മ്യൂവിങ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ? ടങ്ങിനെ നമ്മുടെ പാലറ്റൽ പോർഷൻ, അതായത് ഈ ഒരു അപ്പർ ടീത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോൾ, എക്സാമ്പിൾ N എന്ന് നമ്മൾ പറയില്ലേ, അപ്പോൾ നമ്മുടെ ടങ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഒരു പൊസിഷനെയാണ് നമ്മുടെ ടങ്ങിൻ്റെ റെസ്റ്റ് പൊസിഷൻ എന്നും അതിനെയാണ് മ്യൂവിങ് എന്നും പറയുന്നത്. മ്യൂവിങ് ഒരു ഡെഫിനറ്റീവ് ഫേഷ്യൽ ചേഞ്ച് കൊണ്ടുവരും എന്നുള്ളതിൽ ഒരു സയൻറ്റിഫിക് ഡേറ്റ ഇപ്പോൾ അവൈലബിൾ അല്ല. എങ്കിലും ഇങ്ങനെ അസിമെട്രീസ് ഒക്കെ ഉള്ളവരിൽ മ്യൂവിങ് ചെയ്യുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ചേഞ്ചസ് കാണാറുണ്ട്. ശരിക്കും ട്രീറ്റ്മെൻറ്റ്സ് വേണ്ട ഒരു കേസിൽ സിവിയർ അസിമെട്രീസോ അല്ലെങ്കിൽ ഡിസ്റ്റലി ലോക്ക്ഡ് മാൻഡിബിൾ അങ്ങനെയൊക്കെയുള്ള കേസസിൽ മ്യൂവിങ് കൊണ്ട് മാത്രം നമുക്കൊരു റിസൾട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന് ഒരുപാട് ഓർത്തഡോണ്ടിക് അപ്ലയൻസസും ട്രീറ്റ്മെൻറ്റ്സും അവൈലബിൾ ആണ്. സോ യു ക്യാൻ കോൺടാക്ട് us for more information.